ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാ ഞാൻ രാവിലെ എണീറ്റ് ഒരിക്കൽ ഞാൻ പുറത്തൊക്കെ വന്ന് നോക്കിയതാട്ടോ. എന്നിട്ട് ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് വീണ്ടും പുറത്തോട്ട് വന്നേ. കാരണം വീട്ടിനകത്ത് വെച്ചിട്ട് വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഡിസ്റ്റർബൻസ് ആവേണ്ടെന്ന് വിചാരിച്ച് ഞാൻ പുറത്ത് വന്നിട്ട് ഇൻട്രോ കൊടുക്കുവാണേ. എനിക്ക് മുഖത്ത് നല്ലൊരു മാന്തൽ കിട്ടിയിട്ടുണ്ടേ, മോൻ തന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് തന്നെ പണി അടികൂടിക്കൊണ്ടിരിക്കുക. കാരണം അവൻ്റെ കൂടെ കളിക്കാൻ വേറെ ആരുമില്ലല്ലോ, ഞാനല്ലേ കളിക്കാനുള്ളത്. അവനറിയുന്ന ഒരേ ഒരു ഫ്രണ്ട് ഞാനാണിപ്പം വീട്ടിനകത്ത് കേട്ടോ. പുറത്തൊക്കെ അവന് ഇഷ്ടം പോലെ ഫ്രണ്ട്സാണ്. എന്നാലും അവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലോട്ട് വരുമ്പം അവൻ എൻ്റെ കൂടെ ഒന്ന് കളിക്കണം. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയിൽ കിട്ടിയൊരു പണിയാണ്. അപ്പോൾ ഇത് 2-3 ദിവസം ഉണ്ടാകും, അത് കഴിഞ്ഞാൽ മാറിക്കോളും. ചെറിയൊരു വേദനയുണ്ട്, നല്ല മാന്തൽ കിട്ടിയതാണ്. അപ്പോൾ ഇന്നിനിയിപ്പം ഏട്ടന് ഓഫീസൊന്നും ഇല്ല കേട്ടോ, ഏട്ടൻ വീട്ടിലുണ്ട്. അതുപോലെ മോന് സ്കൂളില്ല. അപ്പോൾ ഇന്നവർ ലേറ്റായിട്ടായിരിക്കും എണീക്കുക. ഇപ്പം തന്നെ ഇതാ 8 മണി 7 മണി കഴിഞ്ഞ് 7:15 കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങണം. ഞാനും ഇന്നലെ ലേറ്റായിട്ട് കിടന്നുകൊണ്ടിരുന്നും നല്ലപോലെ ലേറ്റായിട്ടാട്ടോ എണീച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ പണിയെല്ലാം എന്താ പറയുക, അങ്ങനെ കിടക്കുവാണ്. കറി ഉണ്ടാക്കണം, ഉപ്പേരി വയ്ക്കണം, ചോറ് വയ്ക്കണം, ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഉണ്ടാക്കണം, അടിക്കാനും തുടയ്ക്കാനും എല്ലാ പണിയുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് കടന്നാലോ. എന്നും എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ തന്നെ ആയിരിക്കും കേട്ടോ. കാരണം നമ്മളിപ്പം അധികം പുറത്തൊന്നും പോകാൻ ചാൻസ് ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ്റെ സ്കൂളൊക്കെ അല്ലേ തുടങ്ങിയില്ലേ. മോൻ്റെ സ്കൂൾ തുടങ്ങിയതിന് ശേഷം നമ്മൾ അവരെയും കൊണ്ട് പുറത്ത് പോയി കഴിഞ്ഞാലേ പിന്നെ എന്താ പറയുക, നാളത്തെ ഒരു സ്കൂളിൽ പോകുമ്പോൾ അവന് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനേക്കാളും നല്ല ഏറ്റവും കൂടുതൽ വീടിനകത്ത് തന്നെ ഇരിക്കുക. പിന്നെ നല്ലപോലെ ചൂട് തുടങ്ങി കേട്ടോ. അയ്യോ, ഇപ്പോൾ സ്കൂളിലേക്ക് മോനെ കൊണ്ടുവിടാൻ പോകുമ്പോൾ ഭയങ്കര ചൂടാണേ. ചൂടെന്ന് പറഞ്ഞാലും പോരാ, നമ്മൾ ഒരു എന്താ പറയുക, ഈ ക്യാമ്പിനകത്ത് മാത്രമാണ് പിന്നെയും കുഴപ്പമില്ലാത്തൊരു എന്ന് വെച്ചാൽ കുറച്ച് തണുപ്പും തണലും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ ഇതിൻ്റെ പുറത്തിറങ്ങിയാലില്ലേ ഭയങ്കര ചൂടാണ്. അതുപോലെ എന്താ പറയുക, സ്കിന്നൊക്കെ പൊള്ളി പോകുന്ന അത്രയും ചൂടാണ്. അപ്പോൾ ഞാനും ഇപ്പോൾ ദിവസേന പോകുന്നുണ്ടല്ലോ മോനെ വിളിക്കാനും അതുപോലെ കൊണ്ടുവിടാനും എല്ലാം പോകുന്നുണ്ട്. എനിക്കത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ എത്ര ചൂടാണെന്നുള്ളത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമ്മൾ അവനെയും കൊണ്ട് ഇനിയിപ്പോൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഇന്ന് അവനൊരു ഒരു ദിവസം റെസ്റ്റ് എടുക്കാൻ കിട്ടിയതും അതുപോലെ കുറച്ച് ഫ്രീ ആയിട്ട് കളിക്കാൻ കിട്ടിയൊക്കെ ഒരു ദിവസമല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അവനെ കളിക്കാൻ വിടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് എന്തായാലും ഞങ്ങൾ പുറത്തൊന്നും പോവില്ല. പോകണമെങ്കിൽ തന്നെ ഏട്ടൻ എന്തെങ്കിലുമൊക്കെ എന്ന് വെച്ചാൽ കടയ്ക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും കേട്ടോ പോവുക. അപ്പോൾ എന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ ഏട്ടൻ തന്നെ പോയി മേടിച്ചിട്ട് ഏട്ടൻ തന്നെ വരികയോ ചെയ്യുക. ഇപ്പോൾ ഞങ്ങളിപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങുന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് കടന്നാലോ. കിച്ചണിൽ കയറിയപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചത്. സാധാരണ ഞാൻ എപ്പോഴും ഇങ്ങനെ വെള്ളം കുടിക്കാൻ മറക്കുകയെ. ഇപ്പം ഞാൻ അധികവും വെള്ളം കുടിക്കുന്നതിന് വരെ രാവിലെ തന്നെ ചായ ആട്ടോ കുടിക്കാറ്. പക്ഷേ ഇന്നെന്തോ എനിക്ക് നല്ല ചൂടൊക്കെ തോന്നിയപ്പോൾ ഞാൻ രാവിലെ തന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ടുണ്ട്. ഇന്നിതാ പുറത്ത് നല്ല മഴക്കാറൊക്കെ ഉണ്ട്. മഴ പെയ്യുമോയെന്നും അറിയില്ല. ഇന്നലെ നല്ല മഴക്കാറും അതുപോലെ കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇന്ന് രാവിലെ ചെറുതായിട്ട് മഴച്ചാറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പെയ്തൊന്നുമില്ല. ഇനിയിപ്പോൾ കുറേ കഴിയുമ്പോൾ പെയ്യുമോയെന്നൊന്നും അറിയില്ല. 2 ദിവസം ഫോൺ കേടായി കിടന്നപ്പം എനിക്ക് വിഷമമായിരുന്നില്ലേ, സന്തോഷമായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ 2 ദിവസം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സമയം ഉണ്ടായിരുന്നു. ഇല്ലേ പകുതി സമയം നമ്മുടെ ഈ ഫോണിൽ നോക്കിയിട്ടും വീഡിയോ എടുത്തിട്ടും ഒക്കെ പോവുമായിരുന്നു. പക്ഷേ ഇത്രയും ദിവസം എന്താ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്ലിംഗ് ചെയ്തു, വാക്കിംഗ് ചെയ്തു. എന്നിട്ട് എനിക്ക് നല്ലപോലെ ഉറങ്ങാനും സമയമുണ്ടായിരുന്നു. അങ്ങനെ എനിക്കെന്തോ നല്ല ഒരു റിലാക്സേഷനൊക്കെ തോന്നി. കണ്ണിനാണെങ്കിലും മനസ്സിനാണെങ്കിലും ഫോണില്ലാന്ന് വിചാരിച്ചിട്ട് ദുഃഖങ്ങളും വിഷമങ്ങളും ഒന്നും വന്നില്ല. അയ്യോ ഇനി എപ്പോഴാണ് ഫോൺ കിട്ടുക, അങ്ങനത്തെ ഒരു ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ വീഡിയോസിനൊക്കെ വ്യൂസ് കയറുന്നുണ്ടാവുമോ എന്നൊക്കെയുള്ളൊരു ഒരു ഇതുണ്ടായിരുന്നു. കാരണം ഇനിയിപ്പം ഞാൻ കുറച്ച് ദിവസം വീഡിയോസ് ഇടാണ്ടിരുന്നു കഴിഞ്ഞാൽ വ്യൂസ് കുറയുമോ അങ്ങനെയൊക്കെയുള്ളൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കറിയില്ല ഇനി വീഡിയോസൊക്കെ ഇട്ട് കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ. കാരണം 2 ദിവസം ഇടാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പഴയ പോലെ ആകും. പിന്നെ ഞാൻ രാവിലെ എണീച്ച് ചായയൊക്കെ വെച്ച് കുടിയൊക്കെ കഴിഞ്ഞപ്പം കുറച്ച് അരിയൊക്കെ അരയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തലേന്ന് തന്നെ അരിയൊക്കെ അരയ്ക്കാനും വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. കാരണം മോൻ്റെ സ്കൂളൊക്കെ തുടങ്ങിയല്ലേ, അവനാണെങ്കിൽ ഇഡലിയും ദോശയൊക്കെ ആട്ടോ ഇഷ്ടം. ചപ്പാത്തിയൊന്നും അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ടിഫിൻ ബോക്സിൽ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടമല്ലേ. ഞാനിങ്ങനെ വീട്ടിലിരുന്ന് വാരി കൊടുക്കുകയൊക്കെ ആണെങ്കിൽ അവൻ ഓക്കെയാണ്, അവൻ കഴിക്കും. പക്ഷേ ഇപ്പോൾ പണ്ടൊക്കെ അവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ചപ്പാത്തി ആയിരുന്നു കേട്ടോ ഏറ്റവും ആദ്യം എന്ന് വെച്ചാൽ അവൻ ഭക്ഷണം കഴിച്ചു തുടങ്ങി ആ ഒരു സമയങ്ങളിലൊക്കെ അവന് ഇഷ്ടം ചപ്പാത്തി തന്നെയായിരുന്നു. പിന്നെ ചപ്പാത്തി കഴിച്ച് മതിയായി കഴിഞ്ഞപ്പം അവന് പൂരിയായിരുന്നു കേട്ടോ ഇഷ്ടം. ഇപ്പം പൂരിയും വേണ്ട, ഇപ്പോൾ അവന് ചോറൊക്കെ ആട്ടോ ഇഷ്ടം. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ നാടൻ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ആട്ടോ ഇഷ്ടം. പക്ഷെ അവൻ എല്ലാം ഒന്നും സ്വന്തമായിട്ട് എടുത്ത് കഴിക്കുകയൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് കോരി കൊടുക്കുക തന്നെ വേണം, എന്നാലേ അവൻ കഴിക്കുള്ളൂ. കാരണം അവന് എന്താ പറയുക,
എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ ഭക്ഷണങ്ങളപ്പോൾ അവന് ഇഷ്ടമായി തുടങ്ങി. പക്ഷെ അവൻ അത് എടുത്ത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അവൻ ഇഡലിയും ദോശയും അങ്ങനെയല്ല കേട്ടോ, അവൻ സ്വന്തമായി എടുത്ത് കഴിക്കും. അതുപോലെ ചോറാണെങ്കിലും ശരി, അവൻ വെറും ചോറായാലും ഇരുന്ന് കഴിച്ചോളൂ. അവന് കറികളൊന്നും വേണമെന്നേ ഇല്ല. അവന് കറികളൊന്നും, എല്ലാ കറികളൊന്നും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ നമ്മുടെ വീട്ടിലോട്ട് വിളിച്ച സമയത്ത് എൻ്റെ ബ്രദർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, നീ ഇങ്ങനെ കുറേ ദിവസം കൊണ്ട് വീഡിയോസൊക്കെ ഇടുന്നതല്ലേ, അപ്പോൾ യൂട്യൂബിന് തന്നെ മടുത്ത് കാണും, അതുകൊണ്ടാണ് നിൻ്റെ ഫോണ് കേട് വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. പിന്നെ മാത്രമല്ല അവൻ പറഞ്ഞു, നീ വീഡിയോസൊക്കെ കുറേ ദിവസം കൊണ്ട് ഇടുന്നതല്ലേ, എന്നിട്ട് എന്താ ഉപകാരം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു, ഞാനിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ ഞാനിങ്ങനെ യൂട്യൂബൊക്കെ ഇട്ട് തുടങ്ങിയത്, വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയത്. കാരണം എനിക്ക് എൻ്റെ ഒരു ടൈം പാസ് ആവണം, അത് മാത്രമല്ല ഒന്നാമത് എനിക്കിവിടെ സപ്പോർട്ട് ചെയ്യാനും ആരുമില്ല, എന്നോട് സംസാരിക്കാനും ആരുമില്ല. ഇനിയിപ്പോൾ നാളെ മേലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പോലും നമ്മളെ ആ ഒരു സമയത്ത് എന്താ പറയുക, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ലപോലെ ഉറപ്പുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ, ഞാൻ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ എന്താ പറയുക, എൻ്റെ സന്തോഷം ഇതാണെങ്കിൽ ഞാൻ അത് ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. അപ്പോൾ അവൻ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്ത്, എന്നാൽ പോലും എൻ്റെ മനസ്സിലിത് ഓൾറെഡി ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യമാണ്. ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും യൂട്യൂബിനകത്ത് വീഡിയോസ് ഇടും. കാരണം എന്താ പറയുക, ചിലപ്പോൾ എനിക്ക് എല്ലാ ദിവസവും വീഡിയോസ് ഇടാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ എനിക്ക് കഴിയുന്ന പോലെ പറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ എന്തായാലും വീഡിയോസ് ഇടുന്നുള്ളത് ഞാൻ ഓൾറെഡി തീരുമാനിച്ചിട്ട് തന്നെ കേട്ടോ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് യൂട്യൂബിനകത്ത് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയത്. കാരണം ചിലപ്പോൾ ഇന്ന് എനിക്ക് അത് യൂസ്ഫുൾ ആയില്ലെങ്കിൽ പോലും നാളെ ചിലപ്പോൾ എനിക്കത് എന്തായാലും യൂസ്ഫുൾ ആകുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് കേട്ടോ. കാരണം യൂട്യൂബിനകത്ത് ചിലപ്പം ചിലവർ 10 കൊല്ലം കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ സക്സസ് ആവുന്നത്, 10 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നത്. 1 കൊല്ലോ 2 കൊല്ലോ 4 കൊല്ലോ എത്ര വർഷം വേണമെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാതെ വീട്ടിൽ മിണ്ടാതിരിക്കുന്നതിനേക്കാളും നല്ലത് നമുക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഇരുന്ന് ചെയ്തിട്ട് നമുക്ക് മിണ്ടാതിരിക്കാമല്ലോ. എനിക്കിപ്പോൾ എന്തായാലും പുറത്ത് പോയി ഒന്നും ചെയ്യാനുള്ള കോൺഫിഡൻസ് എന്തായാലും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഹൗസ് വൈഫാണെന്ന് വിചാരിച്ചിട്ട് അധികം ശരിയാണ്, ചിലവും കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ പോലും നമുക്ക് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എല്ലാ ആഗ്രഹങ്ങളൊന്നും അങ്ങനെ എല്ലാവർക്കും സാധിച്ചു തരാനൊന്നും പറ്റില്ലല്ലോ. നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്നിട്ട് പറ്റുമ്പം നമുക്ക് നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ പൈസ വരുവാണെന്നുണ്ടെങ്കിൽ പറ്റുവാണെങ്കിൽ നമുക്ക് എന്താ പറയുക, കഴിയുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുക. അല്ലെങ്കിൽ പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെക്കൊണ്ട് ഒന്നും ആയില്ല, നമ്മളെക്കൊണ്ട് ഒന്നും കഴിഞ്ഞില്ല എന്നുള്ളൊരു ഫീൽ നമുക്ക് പിന്നീട് തോന്നാൻ പാടില്ലല്ലോ വിചാരിച്ചിട്ടാട്ടോ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ യൂട്യൂബിനകത്തെങ്കിലും വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ദാ എൻ്റെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡി ആകുന്നുണ്ട്. ഞാൻ അതാ ബീൻസ് ഉപ്പേരിയും അതുപോലെ ചോറിനൊക്കെ വെച്ചു. ഇന്ന് രാവിലേക്ക് ഞാൻ ഗോതമ്പ് ദോശയും അതുപോലെ ചട്നിയൊക്കെ ആയിരുന്നു കേട്ടോ അരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് ഇടയിൽ കാണിച്ചിട്ട് ഓരോന്ന് സംസാരിച്ചു എന്നേ ഉള്ളൂ. ഇന്ന് ഞാൻ കറിയും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല, ഇന്ന് മോരൊക്കെ കൂട്ടി അങ്ങനെ സിമ്പിളായിട്ടുള്ള ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സിമ്പിളായിട്ട് തട്ടിക്കൂട്ടിയിട്ടുള്ള ഭക്ഷണമൊക്കെ തന്നെയാണ്. എല്ലാ ദിവസവും നമുക്കിങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും നമ്മളെ കൊണ്ടും അങ്ങനെ കഴിയുമൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ എപ്പോഴും അങ്ങനെ സ്പെഷ്യലായിട്ട് വയ്ക്കുന്ന ഒരാളൊന്നുമല്ല. ഇടയ്ക്കൊന്ന് മൂഡൊക്കെ ഓഫ് ആകുന്ന സമയത്ത് ഇതുപോലെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഭക്ഷണം കഴിക്കാനും ഉണ്ടാകുക. പിന്നെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂഡ് ഓഫ് ആയിട്ടല്ല കേട്ടോ, എന്ന് വെച്ചാൽ അവൻ പറഞ്ഞതുകൊണ്ടല്ല, വിഷമമായിട്ടല്ല, മീൻസ് അവനത് സിമ്പിളായിട്ട് പറഞ്ഞാണ്. നീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കുറേ ദിവസം കൊണ്ട് കഷ്ടപ്പെടുന്നതല്ലേ, നീ കഷ്ടപ്പെട്ടിട്ട് എന്തായാലും യൂസ് ഇല്ല, പിന്നെ എന്തിനാണ് വെറുതെ കഷ്ടപ്പെടുന്നത് എന്നുള്ള രീതിയിലായിട്ടോ അവൻ പറയുന്നത്. അല്ലാതെ അവൻ എന്നെ നെഗറ്റീവ് അടിക്കാൻ പറയുന്നതല്ല. മീൻസ് അവൻ എന്നോട് അങ്ങനെ പറയുന്നതാണെന്ന് വെച്ചാൽ നീ വെറുതെ കഷ്ടപ്പെടണ്ട, എന്തിനാണ് വെറുതെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിലാട്ടോ വെറുതെ അവൻ പറഞ്ഞാണ്. ഞാൻ അതുകൊണ്ടല്ല, എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചൂട് തുടങ്ങിയപ്പം ഈ 2-3 ദിവസം കൊണ്ട് എന്താണെന്നറിയില്ല ശരീരമൊക്കെ തളർന്നു പോകുന്ന പോലുള്ള ഒരു ചൂടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, കൈയും കാലമൊക്കെ ഇങ്ങനെ കുഴഞ്ഞു പോവുക, ശരീരത്തിനാണെങ്കിൽ ശരി ഫുൾ ടൈം ഉറക്കം വരിക, അങ്ങനെയൊക്കെയുള്ളൊരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ്. ഇടയ്ക്ക് പെട്ടെന്ന് മഴ വരുന്ന പോലെ തോന്നും, പിന്നെ മഴ വരില്ല, പിന്നെ ചൂട് തന്നെ ആയിരിക്കും. കാലാവസ്ഥയാണെങ്കിലും കണ്ടാൽ തോന്നി ഇതപ്പം മഴ പെയ്യുന്നേ, പക്ഷെ 2 ദിവസം കൊണ്ട് ഇങ്ങനെയാണ്, ഇങ്ങനെ മൂടിക്കെട്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മൂഡ് മൊത്തം പോവും. പിന്നെ എന്നാൽ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. ഇപ്പം നല്ല കാറ്റൊക്കെ ആയതുകൊണ്ട് വീടിൻ്റെ അകം മൊത്തം പൊടിയാണ്, എല്ലാവിടെയും
അത്രയും പൊടിയാണ്. മാത്രമല്ല മോനാണെങ്കിലും സോഫേൻ്റെ അടിയിൽ അത്യാവശ്യം ടോയ്സും അതുപോലെ ചോക്ലേറ്റിൻ്റെ കവറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഭക്ഷണമൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയത് മെയിനായിട്ട് അതുകൊണ്ടാട്ടോ. ഒന്ന് ക്ലീനും കൂടെ ചെയ്യണം. ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ ഒരു സോഫയൊക്കെ നീക്കി വയ്ക്കും ഒക്കെ ചെയ്ത് ക്ലീനൊന്നും ചെയ്യാറില്ല കേട്ടോ. അതുപോലെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല കുറച്ച് ഫ്ലവർ പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലപോലെ പൊടി പിടിച്ചിരിക്കുമായിരുന്നേ. പൊടിയെന്ന് പറഞ്ഞാലും പോരാ, നമ്മളെന്താ പറയുക, 2 വർഷമായി ടി വിയുടെ അടിച്ച് തുടച്ചിടാത്ത പോലുള്ളൊരു ഫീലായിരുന്നു എനിക്കത് കണ്ടു കഴിയുമ്പം. കാരണം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലില്ലേ അടിച്ചു വാരാനും വേണ്ടിയിട്ട് എന്നും ആൾക്കാർ വരും കേട്ടോ. അപ്പോൾ അവരടിച്ചു വാരി കൂട്ടുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ അവിടെ നിന്നുള്ള മണ്ണ് മൊത്തം ഒന്നാമത് നമ്മുടെ വീട്ടിൻ്റെ അകത്തോട്ടാണ് കയറി വരിക. കാരണം ഇവിടുത്തെ ജനലൊന്നും അടയ്ക്കാനൊന്നും പറ്റില്ലേ കാര്യമായിട്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ടാട്ടോ കയറി വരിക. പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പൊടിയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ക്ലീനിങ്ങിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടാട്ടോ കാര്യമായിട്ട് എനിക്ക് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യുന്നത് കാണിച്ചു തരാൻ പറ്റാതിരുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നല്ല വൈബിലൊക്കെ ആണെങ്കിൽ നമുക്ക് അതുപോലെ വീഡിയോസിൽ നല്ല വൈബായിട്ടിരിക്കാൻ പറ്റും കേട്ടോ. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒറ്റയ്ക്കല്ലേ ഇരിക്കുന്നത്. ഏട്ടൻ ഓഫീസിൽ നിന്ന് വരുന്ന ആ ഒരു സമയം നോക്കി ഞാൻ എപ്പോഴും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അതുപോലെ മോനാണെങ്കിലും ഫുൾ ടൈം കളിക്കാൻ പോകും അല്ലെങ്കിൽ സ്കൂളിൽ പോവും. ഞാൻ വീണ്ടും ബോറടിച്ചിരിക്കുകയല്ലേ ചെയ്യുക. അതുകൊണ്ടാട്ടോ എൻ്റെ വീഡിയോസിൽ അത്രയും വൈബും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. എൻ്റെ ഒരു സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടാട്ടോ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന പോലെ ഞാൻ ഈ ഒരു യൂട്യൂബിനകത്ത് എല്ലാ ദിവസവും വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണേ. അപ്പോൾ ഞാൻ വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. എൻ്റെ അടുക്കള കണ്ടോ ഇപ്പോൾ ഒരു പൂങ്കാവനമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഇനി ഞാൻ നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാവേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.